ഞാൻ കണ്ടതാടാ, ഞാൻ കണ്ടുപിടിച്ചതാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഈ പെണ്ണുങ്ങളെ വിളിക്കുന്നത്. എടാ, എത്തിങ്ങാനത്തെ പെൺകുട്ടികളാണേ, വേറെ അവിടെ പഠിക്കുന്ന സ്കൂളത്തെ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളല്ല, എത്തിങ്കാനയിൽ പഠിക്കുന്ന മക്കൾ 40 എണ്ണം ഉണ്ട്. എന്തുണ്ടായത് പറയും? പെണ്ണുങ്ങളായിട്ട് എന്താണ് ഉണ്ടായത്? തുറന്ന് പറയും, വായ തുറക്ക്. ഞാൻ അവിടെ പേരെന്താ? ഞാൻ ഇപ്പൊ തെളിവുകൾ കാണിക്കണ പേര് പറയണ, തെളിവ് കാണിക്കണ. നിങ്ങൾ ചാറ്റ് ചെയ്ത ലിസ്റ്റ് കാണിക്കണ പേര് പറയണ. ഫ്രണ്ട്ഷിപ്പ് എനിക്കും ഉണ്ടോ, ഫ്രണ്ട്ഷിപ്പ് യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്, വേറുള്ള തരത്തില് എന്ത് തരത്തിലാണെങ്കിലും എന്റെ ഇൻസ്റ്റഗ്രാമിലും എത്രയോ ആൾക്കാർ തെണ്ടിത്തര രീതിയിൽ എനിക്ക് മെസ്സേജ് അയച്ചില്ല. അപ്പൊ ഞാൻ എടുക്കും ബ്ലോക്ക് ലിസ്റ്റിൽ ഇഷ്ടം പോലെ ചാജിന്റെ ബ്ലോക്ക് ലിസ്റ്റിൽ വാട്സപ്പിലായാലും അപമര്യാദയായിട്ട് ആര് പെരുമാറിയോ അന്ന് ഞാൻ ബ്ലോക്ക് ഇടും. ആണോ അല്ലേ? ഇവന്റെ കത്തിക്കല് കഴിഞ്ഞു, ഇവൻ ചെയ്ത തെറ്റും ഇവന്. എന്നിട്ട് എന്താ നീ ഫസ്റ്റ് പറഞ്ഞ് മുഴുവനാക്കിയിട്ടില്ല. 4 പഠിക്കുന്ന കുട്ടികളാണ് അവിടെ സ്കൂളിൽ, സാധാ സ്കൂളില്. മറ്റേ വീട്ടിൽ നിന്ന് വരുന്ന മക്കളല്ല, എത്തിങ്ങാനയിൽ പഠിക്കുന്ന പെണ്ണുങ്ങളാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഞാൻ മാഡത്തിന്റെ പറഞ്ഞപ്പോ അത് നിന്റെ മക്കളും തെറ്റ് ചെയ്തില്ലേന്ന്. എങ്ങനെയുണ്ട്? നമ്മള് സ്നേഹിച്ചാൽ, ഞാനൊക്കെ 8ൽ 7ൽ, എനിക്കൊക്കെ 4ാം ക്ലാസ്സിൽ ലവ് ലെറ്റർ കിട്ടിയ ആൾക്കാരാണ്. ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതുണ്ട്. നിങ്ങളെ പോലെ 2K കിഡ്സിനെ പോലെ റൂം എടുത്ത് താമസിക്കുക എല്ലാം ഞങ്ങളുടെ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ സങ്കടം തോന്നിയ ഒരു വീഡിയോ ആണിത്. നമ്മുടെ സാജിദ ഷാജി ഇപ്പോൾ സ്വന്തം മക്കൾക്കെതിരെയും തിരിഞ്ഞിരിക്കുകയാണ്. തൻ്റെ മക്കൾക്ക് മാർക്ക് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് ദാറുൻ നജാത്ത് യത്തീംഖാനയിൽ പോയി വളരെ വൈകാരികമായ നിമിഷങ്ങളും കച്ചറയും അവിടെ ഉണ്ടാക്കി വന്നതിന് ശേഷം അതിനുള്ള ഒരു ന്യായീകരണം എന്ന രീതിയിൽ തൻ്റെ സ്വന്തം മക്കളെ പിടിച്ചിരുത്തി യൂട്യൂബിൻ്റെ ലൈവിൻ്റെ മുന്നിൽ ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയിച്ച് അവരെ നാണം കെടുത്തിയിരിക്കുകയാണ് നമ്മുടെ സാജിദ. വളരെ വിഷകരമായ ഒരു വീഡിയോ. നമ്മളെ മക്കളെല്ലാം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് 4 ചുവരുകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കലാണ് പതിവ്. അത് മറ്റൊരാൾ അറിഞ്ഞാൽ നമുക്ക് മോശകരമാണ് എന്നാണ് തീർച്ചയായിട്ടും ഏതൊരു മാതാപിതാക്കളും ചിന്തിക്കുക. പക്ഷേ ഷാജി ചെയ്തത് അങ്ങേ അറ്റം മോശപരമായ ഒരു പ്രവൃത്തിയാണ് എന്നതിൽ യാതൊരു സംശയവും ഒരു രക്ഷിതാക്കൾക്കും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ഒരു മാനുഷിക പരിഗണന എന്നതിൽ നമ്മളെ ഒരു മക്കളെ പോലെ കണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ മക്കളുടെ മുഖമോ അല്ലെങ്കിൽ ഇതോ നമ്മൾ കാണിക്കുകയില്ല. പക്ഷേ ഷാജിദയെ തീർച്ചയായിട്ടും തുറന്ന് കാണിക്കേണ്ടതായ ഒരു ആവശ്യകതയാണ്. കാരണം അവർ ചെയ്യുന്നത് അങ്ങേ അറ്റം തെറ്റായ ഒരു കാര്യമാണ്. നമുക്ക് ആദ്യമായിട്ട് ആ ചെറിയ മോനെ പിടിച്ചിരുത്തിക്കൊണ്ട് സാജിദ യത്തീം മക്കൾ 20 പെണ്ണുങ്ങൾ തൻ്റെ മക്കളെ വിളിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. ഇനി അവിടുത്തെ പെണ്ണുങ്ങളെ കുറിച്ച്, പെണ്ണുങ്ങൾ മെസ്സേജ് അയക്കണെ കുറിച്ചിട്ട് പറഞ്ഞു എന്നറിയില്ലേ. എന്തിനാടാ ഞാൻ എന്റെ മക്കളെ കുറ്റം പറയുന്നത്? ഞാൻ കണ്ടതാടാ, ഞാൻ കണ്ടുപിടിച്ചതാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഈ പെണ്ണുങ്ങളെ വിളിക്കുന്നത്. എടാ, എത്തിങ്ങാനത്തെ പെൺകുട്ടികളാണേ, വേറെ അവിടെ പഠിക്കുന്ന സ്കൂളത്തെ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളല്ല, എത്തിങ്കാനയിൽ പഠിക്കുന്ന മക്കൾ 40 എണ്ണം ഉണ്ട്. അതിലെ വലിയ മക്കള് 8, 9, 7ൽ പഠിക്കുന്ന കുട്ടികൾ. ഇവര് വീട്ടിൽ വരുമ്പോ, എടാ അതിന്റെ തെളിവൊക്കെ ഞാൻ എത്തിക്കണോടെ എത്തിച്ചിട്ടുണ്ടാ. SI സാർക്ക് ഞാൻ എന്നുണ്ടല്ലോ, ഞാൻ പറയിപ്പിക്കാം. എന്തുണ്ടായത് പറയും? പെണ്ണുങ്ങളായിട്ട് എന്താണ് ഉണ്ടായത്? തുറന്ന് പറയും, വായ തുറക്ക്. ഞാൻ പറയില്ല. ആർക്കാ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു? ഏത് പെണ്ണിനെ മെസ്സേജ് ഉണ്ടായിരുന്നു? എന്താ പേരോളുടെ? പേര് പറഞ്ഞോ? പേര് പറഞ്ഞു. തെളിവൊക്കെ അവിടെ കൊടുത്തായി. പേര് പറഞ്ഞോ? പേര് എത്തിങ്ങാനയിൽ പഠിക്കുന്ന ഏത് പെൺകുട്ടിയാ? 8ൽ പഠിക്കുന്ന പെൺകുട്ടി. അവളുടെ പേരെന്താ? ഞാൻ ഇപ്പൊ തെളിവുകൾ കാണിക്കണ പേര് പറയണ, തെളിവ് കാണിക്കണ. നിങ്ങൾ ചാറ്റ് ചെയ്ത ലിസ്റ്റ് കാണിക്കണ പേര് പറയണ. പേര് പറയും. മിൻഹ പറഞ്ഞ പെൺകുട്ടി എത്രയാണ് ക്ലാസ്സിലാണ് സ്കൂളിൽ പഠിക്കുന്നത്? അപ്പോൾ സാജിദ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? യത്തീംഖാനയിൽ പഠിക്കുന്ന 40 പെണ്ണുങ്ങൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. യത്തീംഖാനയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമാണ് സാജിദ, ഇത്തരം പ്രശ്നങ്ങളെല്ലാം എല്ലാ നാട്ടിലും എല്ലാ സ്കൂളുകളിലും ഉണ്ട്. പക്ഷേ അതെല്ലാം നമ്മളെ മക്കളെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുത്ത് തിരുത്തി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു യൂട്യൂബ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നിൽ ലൈവിൽ വിളിച്ച് ആ മോനെ അവിടെ ഇരുത്തിക്കൊണ്ട് ആ കുട്ടിയുടെ പേര് പറയാൻ വേണ്ടി അവർ കാണിക്കുന്ന ഒരു പോലീസ് കുട്ടിയെ ചോദ്യം ചെയ്യുന്നതുമാതിരി ചോദിച്ചിട്ട് പറയിപ്പിക്കുകയാണ്. ആ കുട്ടി കൊന്നിട്ടും ആ കുട്ടിയുടെ പേര് പറയാൻ വേണ്ടി സന്നദ്ധമാവുന്നില്ല. അപ്പോൾ ഷാജിദ ഭീഷണിപ്പെടുത്തുകയാണ്, ഞാൻ ചാറ്റും നിങ്ങൾ ചെയ്ത കോളുകളും എല്ലാം പുറത്തു വിടുമെന്ന് പറഞ്ഞുകൊണ്ട് സാജിദ വളരെ മോശകരമായ രീതിയിൽ മറ്റാളുകളുടെ മുന്നിൽ സ്വന്തം മക്കളെ എങ്ങനെ തേജോവധം ചെയ്യേണ്ടതുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ആ ഉമ്മ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം ഈ മക്കൾക്കും നല്ലൊരു ജീവിതം നാളെ വരികയാണെങ്കിൽ നീ ഇട്ട ഈ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇന്നോ നാളെയോ ഒന്നും പോയി പോകുന്നൊരു സാധനമല്ല. അവൾ നല്ലൊരു ജീവിതമൊക്കെ തുടങ്ങിക്കഴിയുന്ന സമയത്ത് ഈ വീഡിയോ വീണ്ടും
അവരുടെ ഭാര്യയുടെ മുന്നിലേക്കൊക്കെ വരുന്നതായിരിക്കും. തീർച്ചയായും ഇത്തരം പൊട്ടത്തരങ്ങൾ ഇനിയെങ്കിലും സാജിദ നീ ആവർത്തിക്കാതിരിക്കണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് ബാക്കി കേൾക്കാം. അപ്പൊ ആ കിട്ടുമ്പോ ചാറ്റ് ചെയ്യണ പരിപാടി ഇവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയട്ടെ, ഫ്രണ്ട്ഷിപ്പ് എനിക്കും ഉണ്ടോ. ഫ്രണ്ട്ഷിപ്പ് യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്, വേറെയുള്ള തരത്തില് എന്ത് തരത്തിലാണെങ്കിലും എന്റെ ഇൻസ്റ്റഗ്രാമിൽ എത്രയോ ആൾക്കാർ തെണ്ടിത്തര രീതിയിൽ എനിക്ക് മെസ്സേജ് അയച്ചില്ല. അപ്പൊ ഞാൻ എടുക്കും ബ്ലോക്ക് ലിസ്റ്റിൽ ഇഷ്ടം പോലെ ചാജിന്റെ ബ്ലോക്ക് ലിസ്റ്റിൽ വാട്സപ്പിലായാലും അപമര്യാദയായിട്ട് ആര് പെരുമാറിയോ അന്ന് ഞാൻ ബ്ലോക്ക് ഇടും. ആണോ അല്ലേ? ഞാൻ ബ്ലോക്ക് ഇടോ ഇല്ലേ? ഇടോ? ഞാൻ അനാവശ്യമായിട്ട് ഒരാൾ ഇങ്ങോട്ട് നോക്ക്, അനാവശ്യമായിട്ട് ഒരാൾ സംസാരിക്കാൻ നിൽക്കോ? ഇവിടെ വാ, നീ ഇവിടെ വാ. ഇവന്റെ കത്തിക്കല് കഴിഞ്ഞു, ഇവൻ ചെയ്ത തെറ്റും ഇവന്. എന്നിട്ട് എന്താ നീ ഫസ്റ്റ് പറഞ്ഞ് മുഴുവനാക്കിയിട്ടില്ല. ഫസ്റ്റത്തെ ചാറ്റും ലിസ്റ്റും ഇതും കണ്ടപ്പോ ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? ഇവിടെ എത്തുന്നവരെ ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് അവിടെ എത്തുന്ന ഇവിടെ നിന്നെ എന്തെങ്കിലും അപമാനിച്ചാ ഞാൻ ആരത്തെങ്കിലും പറഞ്ഞ ഉമ്മമാനത്തെ വേറുള്ളവർക്ക് പറഞ്ഞ ഇല്ല. ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്നറിയോ? ഇതൊക്കെ പറയേണ്ട ഒരു സാഹചര്യം വന്നോണ്ട്. കാരണം എത്തിങ്ങാലിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവിടെ സാധാ സ്കൂളിൽ മറ്റേ വീട്ടിൽ നിന്ന് വരുന്ന മക്കളല്ല, എത്തിങ്ങാനയിൽ പഠിക്കുന്ന പെണ്ണുങ്ങളാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഞാൻ മാഡത്തിന്റെ പറഞ്ഞപ്പോ അത് നിന്റെ മക്കളും തെറ്റ് ചെയ്തില്ലേന്ന്. എങ്ങനെയുണ്ട്? പെണ്ണുങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് മക്കളെ ആണുങ്ങളെ വീഴ്ത്തിയപ്പോ അവര് പറയാണ് അത് നിന്റെ മക്കളും ചെയ്ത തെറ്റല്ലേന്ന്. മരിച്ചു പോയ ഉപ്പാനെ പിടിച്ച് സത്തിട്ടു. ഇനി ഉമ്മ ആ തെറ്റ് ഞാൻ ചെയ്യില്ല, ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞവൻ വീണ്ടും അവള് മെസ്സേജ് ഇട്ടാ എനിക്ക് ഇട്ടാ വീണ്ടും നീ അവളുടെ അടുത്തേക്ക് പോയാ. അപ്പൊ ഇവന് 9ാം ക്ലാസ്സിൽ എങ്ങനെ മാർക്ക് കുറഞ്ഞെന്ന് മനസ്സിലായല്ലോ. സാജിദ പറയുന്നുണ്ട്, നമുക്കുമുണ്ട് ഫ്രണ്ട്സും ഫ്രണ്ട്ഷിപ്പും എല്ലാം. എന്തെങ്കിലും വൃത്തികേടായ എന്തെങ്കിലും ഒരു വാക്കോ ഒരു വാചകമോ എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തിടും എന്നാണ് പറയുന്നത്. എൻ്റെ മൊബൈലിൽ ഒരുപാട് ബ്ലോക്ക് നമ്പറുകളുണ്ട് എന്നൊക്കെ ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് വിടുവായുത്തം പറയുകയാണ് സാജിദ. പക്ഷേ സാജിദ ചെയ്ത് കൂട്ടിയ ചെറ്റത്തരങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വീഡിയോ ഒന്നും മതിയായില്ല. പണ്ട് ഷെറഫ് അലിയെ വെച്ചുകൊണ്ട് ചാനലിൻ്റെ മുന്നിൽ പോയിരുന്ന പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. ധൈര്യമുണ്ടെങ്കിൽ വേറെ ഒരു കല്യാണം കഴിക്കട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം എന്നിവരെ പറഞ്ഞ ആളാണ് ഈ സാജിദ സാജി. അതുപോലെ തന്നെ വേറെ ഒരു ആൾ കൂടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ ഇതിൽ പറഞ്ഞ് മോശമാക്കുന്നില്ല. പക്ഷേ സാജിദ പറയുന്നത് കേട്ടാൽ സാജിദ വലിയൊരു പുണ്യാളത്തെയും ഈ മക്കൾ അതിനേക്കാട്ടിൽ മോശപ്പെട്ട ഒരാളാണ് എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമാണ് സാജിദ ശ്രമിക്കുന്നത്. പക്ഷേ സാജിദയോട് സ്നേഹപൂർവ്വം നമുക്ക് പറയാനുള്ളത് വളരെ മോശകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ യത്തീംഖാനയിൽപ്പെട്ട 20 സ്ത്രീകൾ തൻ്റെ മക്കളെ വിളിച്ചു. അത് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു ഇതിൽ നിങ്ങളുടെ കുട്ടിയും തെറ്റുകാരാണ്. എന്താണ് അതിലൊരു കുഴപ്പമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സത്യസന്ധമായ ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. അവിടുന്ന് പെൺകുട്ടികൾ നിങ്ങളെ മോനെ അങ്ങോട്ട് മൊബൈലിലേക്ക് വിളിച്ചു, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ ചാറ്റ് ചെയ്തു ഇൻസ്റ്റഗ്രാമിലൊക്കെ. നിങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചു, വലിയ കാര്യം, നല്ല കാര്യം തന്നെ. കാരണം നിങ്ങളെ മക്കളാണ്, നിങ്ങളത് കണ്ടുപിടിക്കണം, നിങ്ങളത് തിരുത്തി കൊടുക്കണം. എന്നാലേ നാളെ അവൾ നമുക്കും നാടിനും വീടിനും എല്ലാം വേണ്ടപ്പെട്ട നല്ല മക്കളായി നമുക്ക് വരെ പോറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്ന ചെറ്റത്തരം എന്ന് പറയുന്നത് വളരെ മോശകരമാണ്. അവർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അവർ പറഞ്ഞില്ലേ തീർച്ചയായിട്ടും നിങ്ങളെ മക്കളും തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് സംശയം? നിങ്ങളെ മക്കൾ ആൺകുട്ടികളാണ്. 14 വയസ്സുള്ള മോൻ ആ കുട്ടിയെ അങ്ങോട്ടും ചാറ്റ് ചെയ്ത് ആ കുട്ടി ഇങ്ങോട്ടും ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മക്കളും അതിൽ പങ്കാളിയാണ്. പക്ഷേ തീർച്ചയായിട്ടും അത് തിരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങൾ ഉമ്മയാണ്. പക്ഷേ നിങ്ങൾ തിരുത്തേണ്ട രീതി ഇതല്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ആ മകനെ ഇരുത്തി മുഖം പോലും മറയ്ക്കാതെ ആ മകനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇതിലും വലിയ എന്ത് ശിക്ഷയാണ് ആ മക്കൾക്ക് സാജിദ നീ കൊടുക്കാൻ വേണ്ടിയുള്ളത്? ഏറ്റവും വലിയ ഒരു ശിക്ഷയാണ് നീ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ മുഖവും ഇതെല്ലാം എല്ലാവരും കണ്ടു കഴിഞ്ഞു. നാളെ ഈ മക്കൾ സ്കൂളിലേക്കോ മദ്രസിലേക്കോ പോകുന്ന സമയത്ത് ഈ കാര്യം തീർച്ചയായിട്ടും അവരുടെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അവരോട് ചോദിക്കില്ലേ, എന്താണ് നിൻ്റെ ഉമ്മ ചെയ്ത് വെച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നാളെ ഈ മക്കൾക്ക് സ്വാഭാവികമായിട്ടും ഉമ്മാനോട് ദേഷ്യമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വെറുപ്പാണ് ഉണ്ടാവുക. ഇന്ന് നീ നിൻ്റെ ഉമ്മാനോട് ഈ കാണിച്ചില്ലേ, കുറച്ച് മുന്നേ കുറച്ച് വീഡിയോകൾ നീ കാണിച്ചില്ലേ നിൻ്റെ ഉമ്മാനെ പറ്റി എന്തെല്ലാം മോശകരമായ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് നീ പറഞ്ഞത്? തള്ള എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ കൂടോത്രം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടും വളരെ മോശകരമായ രീതിയിൽ എന്നെ അടിച്ച് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടും തനിക്ക് മക്കൾക്ക് ഒരു തുള്ളി വെള്ളം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഒരുപാട് രീതിയിൽ നീ ആ ഉമ്മാനെ മോശക്കാരാക്കി പറഞ്ഞില്ലേ. അതുപോലെ തന്നെ നാളെ നിൻ്റെ മക്കൾ തീർച്ചയായിട്ടും ഇങ്ങനെ പറയാൻ തുടങ്ങും. കാരണം ഒരുപാട് പേർ ഈ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യും, ഒരുപാട് പേർ ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവച്ചിടും, ഒരുപാട് പേർ ഇത് കണ്ടിട്ട് സ്വന്തം മക്കളോട് മുഖത്ത് നോക്കി ചോദിക്കും. അത്തരം അവസ്ഥകളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് ഭാവിയിൽ നിങ്ങളോടും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഒരു കാരണവശാലും നിങ്ങൾക്ക് അകത്തിരുന്ന് കൊണ്ട് ആ 3 മക്കളെയും അടുത്തിരുത്തിക്കൊണ്ടിട്ട് നിങ്ങൾക്ക് ആ മക്കളോട് പറഞ്ഞു കൊടുക്കാമായിരുന്നു, മക്കളെ ഇത് ചെയ്തത് തെറ്റാണ്, നിൻ്റെ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിന്നെ പോറ്റുന്നത്, നിങ്ങളെ വാപ്പ
മരിച്ചുപോയി. എല്ലാ കാര്യം ആ കുട്ടികൾക്ക് അറിയുന്നതാണ്. അവരെ പറഞ്ഞ് സ്നേഹത്തിൻ്റെ ഭാഷയിൽ മനസ്സിലാക്കി തിരുത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എത്ര നന്നായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. അതുപോലെ തന്നെ സാജിദ വേറെ ഒരു കാര്യം പറയുന്നുണ്ട്, അതുകൂടി ഒന്ന് കേൾക്കാം. ഷിബിലിന്റെ കാര്യം പറഞ്ഞുതരാ. ഇവിടെ നിൽക്കണ്ട, അത് കാണില്ല. ഇവിടെ ഇരിക്കും. ഷിബില് എത്ര 9 വരയ്ക്കും അല്ലെ, 10 വരയ്ക്കും, 9 വിടും, 10ാം ക്ലാസ് വരയ്ക്കും ഒരു പെണ്ണിന്റെ പിന്നാലെ പോവുക, ഒരു പെണ്ണിനെ കണ്ട് നോക്കുക, മെസ്സേജ് അയക്കുക, വാട്സപ്പില, ഇൻസ്റ്റാഗ്രാം. അവനിക്ക് ആ മൈൻഡേ ഇല്ല. നമ്മള് സ്നേഹിച്ചാൽ, ഞാനൊക്കെ 8, 7 എനിക്കൊക്കെ 4ാം ക്ലാസ്സിൽ ലവ് ലെറ്റർ കിട്ടിയ ആൾക്കാരാണ്. ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതുണ്ട്. നിങ്ങളെ പോലെ 2K കിഡ്സിനെ പോലെ റൂം എടുത്ത് താമസിക്കുന്ന എല്ലാം ഞങ്ങളുടെ ഈ പെണ്ണ് പറഞ്ഞ സംഭവം കയറി വന്നത് കാക്കൊല്ലം കഴിഞ്ഞിട്ട്. എന്താ പെണ്ണിന്റെ പേര്? ഫാത്തിമ. അവൾ എത്രയില പഠിക്കണേ? ഉറക്കെ പറ, ഇങ്ങടെ അറിയും. 9ലേക്ക്. മദർസയിൽ എത്രയില? 6ല്. മദർസയിൽ ഇവന്റെ ഇപ്പൊ 6ലാണ് പഠിക്കുന്നത്. എത്ര മാസമായിട്ട് നിങ്ങൾ ചാറ്റിംഗ് ഉണ്ട്? 6 മാസമായിട്ടുണ്ടാ? കാക്കൊല്ല പരീക്ഷ കഴിയുമ്പോ എങ്ങനെയാലും ഉണ്ടാവില്ലോ അല്ലെ, 2 പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ സാജിദ പറയുന്നത് കേട്ടില്ലേ, നിങ്ങളെ പ്രേമമൊന്നുമല്ല ഞങ്ങളെ പ്രേമം. സാജിദക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ട് എന്നാണ് സാജിദ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രേമം പോലെ റൂമെടുത്ത് താമസിച്ചുള്ള പ്രേമമൊന്നുമല്ല എന്നും കൂടി അവൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ 4ാം ക്ലാസ് പ്രായത്തിൽ പ്രേമലേഖനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടെ മക്കൾക്ക് കിട്ടിയത് 8ാം ക്ലാസ് 9ാം ക്ലാസ് എന്നൊക്കെ അല്ലേ. തീർച്ചയായിട്ടും അതും കൂടി നിങ്ങൾ പുറത്ത് കൊടുക്കണം. പിന്നെ ഇതിലൊക്കെ വളരെ നിങ്ങൾക്ക് ഈ ഒരു പോലീസ് ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്ന മാതിരി ഈ കുട്ടിയെ പിടിച്ചിരുത്തിയിട്ട് ആ കുട്ടിയുടെ പേരൊക്കെ പറയിപ്പിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. ആ കുട്ടിയുടെ, അതൊരു പെൺകുട്ടിയുടെ പേര് പെണ്ണെ എന്നാണ് സാജിദ ആ കുട്ടിയെ അഭിസംബോധന ചെയ്യുന്നത്. അതിനെതിരായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തൻ്റെ മക്കളെ ചാറ്റ് ചെയ്തു, അതിൽ മാർക്ക് കുറഞ്ഞതിനുള്ള ഒരു ന്യായീകരണം എന്ന രീതിയിലാണ് സാജിദ ഈ വീഡിയോ ചെയ്തത്. പക്ഷേ ദാറുൻ നജാദ് യത്തീംഖാനയിൽ പോയി തൻ്റെ മക്കൾ പെട്ടിട്ട് 9ാം ക്ലാസ്സിൽ എന്തുകൊണ്ട് തൻ്റെ മകന് മാർക്ക് കുറഞ്ഞു പോയി, അതിനുള്ള ഉത്തരമാണ് ഇത്. പെണ്ണുങ്ങളെ വയ്യെ ചാറ്റിങ്ങും ഇതുമായി പോയത് കൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സാജിദ ഇത്തരം വലിയൊരു കടുങ്കൈ ചെയ്തത്. വളരെ മോശകരമായി പോയി എന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇതൊന്നും സമൂഹത്തിൽ നിന്ന് ഒരു കാലത്തും മാഞ്ഞു പോവുകയില്ല. കാരണം അത്തരം സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾ ഇത്തരം വീഡിയോകൾ കൊണ്ടിടുന്നത്. എന്നിട്ട് ആരെങ്കിലും എടുത്ത് ഈ വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഭീഷണിപ്പെടുത്തി തന്നെയും തൻ്റെ മക്കളെയും പച്ചിറച്ചി തിന്നുകയാണോ എന്നിവരെ ചോദിക്കുന്ന സാജിദ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിൻ്റെ മക്കളെ വിറ്റിട്ടാണോ നീ കാശുണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും ഇത് വളരെ മോശമല്ലേ? സ്വന്തം മക്കളെ സമൂഹത്തിന് കൊത്തിപ്പറിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് അവരെ നാറ്റിക്കണോ? അത് നീ ഒരിക്കലും കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇത്തരം പൊട്ടത്തരങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ആവർത്തിക്കാതിരിക്കേണ്ടത് നല്ലതാണ്. തീർച്ചയായിട്ടും നാളെ ഈ കുട്ടികൾക്കും ഒരു ജീവിതമുള്ളതാണ്, നിങ്ങൾക്കും ഒരു ജീവിതമുള്ളതാണ്. നിങ്ങളുടെ ചാനലും യൂട്യൂബ് ചാനലും എല്ലാം അത് ഒരു കാലത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഈ വീഡിയോ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്നും അത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലെല്ലാം നിലനിൽക്കും. അത് അവരുടെ ഭാവിയെ ബാധിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.